ഹായ്, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. മലയാള സിനിമയുടെ ചിരിപേടകം, കുടുംബ സദസ്സുകളുടെ മന്നൻ, മലയാളികളുടെ പ്രിയപ്പെട്ട മഹാനടൻ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. 9 വർഷമായിട്ട് അദ്ദേഹം നേരിട്ട പീഡനങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തി നേടിയിരിക്കുന്നു. ഒപ്പം അതിജീവിതയ്ക്കും നീതി ലഭിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദിലീപ് എന്ന മഹാനടൻ്റെ നേർക്കു നീണ്ട ഈ ആരോപണശരം മുനയൊടിയുന്ന ഈ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ വിധി വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം കുറ്റവിമുക്തനാകും എന്ന് ഒരു പോസ്റ്റ് എനിക്കിടാൻ കഴിഞ്ഞു. അദ്ദേഹവുമായി യാതൊരുവിധ വ്യക്തിബന്ധവും എനിക്കില്ല. അദ്ദേഹത്തെ ദൂരെ നിന്ന് പോലും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ വിധി കേരള മനസ്സാക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വിധിയാണ്. കാരണം അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നും ഒപ്പം ദിലീപ് എന്ന മഹാനടന് നീതി ലഭിക്കണമെന്നും ഒരുപോലെ ആഗ്രഹിച്ച കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നല്ലവരായ എല്ലാ സുമനസ്സുകൾക്കും സന്തോഷം തരുന്ന ഒരു വിധിയാണിത്. ഈ വിധിയിൽ അസ്വസ്ഥത പൂണ്ട പല ആൾക്കാരും പല വിധത്തിലുള്ള വീഡിയോകളും പോസ്റ്റുകളും ഒരുപക്ഷെ ഈ വീഡിയോയ്ക്കടിയിൽ ഇടുവായിരിക്കാം. അദ്ദേഹം ഈ കേസിൽ ഉൾപ്പെടുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എങ്കിലും എൻ്റെ ഉറച്ച ഒരു വിശ്വാസം ഇന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം എനിക്ക് ഇന്നുണ്ട്. ദിലീപ് എന്ന മഹാനടന് നേരെ ഉള്ള ഈ ആരോപണ കേസിൽ, ഗൂഢാലോചന കേസിൽ ഇന്ന് വിധി പറയുന്നതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹം കുറ്റമുക്തനാവും എന്ന് ഞാൻ ഈ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.